നമ്മൾ രാവിലെ പോകാൻ റെഡിയായിട്ട് ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗിരീഷ് ചോദിക്കാൻ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. പെട്ടെന്ന് കഴിയുമ്പോൾ ആക്സിഡൻ്റ് എന്നേ കേട്ടുള്ളൂ. പിന്നെയാണ് അത് ഇത്തിരി സീരിയസ് ആണെന്ന് അറിയുന്നത്. തകർന്നു പോയി. തിരിച്ച് കളിച്ചു വന്നൊരു പിന്നെ പെട്ടെന്ന് ദിവസം രാവിലെ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരിതുണ്ട്. എറണാകുളത്ത് നിന്ന് ആംബുലൻസിലാണ് പോകുന്നത്. ഓരോ സ്ഥലത്ത് ഇറങ്ങി ഐസുമൊക്കെ മാറ്റി ഭീകരമായിരുന്നു. ഹോട്ടലിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു ബസ് ക്രോസ് ചെയ്ത് കയറ്റിയതാണ്. നോക്കുന്നത് എത്ര വയസ്സുണ്ടായിരുന്നു? 10 മാസം പോയ. 10 മാസം. ആദ്യത്തെ മോളായിരുന്നു. ഒരുപാട് വിധിച്ചിട്ടില്ല. ശ്രീകുട്ടൻ വായിന്നൊരു വാക്ക് വിടുന്നു. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. ഇവിടെ പറഞ്ഞു ഷൂട്ടിങ് പടമൊന്നുമില്ലല്ലേ, പക്ഷെ ഈച്ചടിച്ചിരിക്കായിരിക്കുമല്ലേ എന്ന് ശ്രീകുട്ടൻ ചോദിച്ചു. ആ സമയത്ത് അത് അവർക്ക് ഹർട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ അന്ന് പോയിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ഈ കുടുംബത്തിനെ കിട്ടില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് എൻ്റെ ഭാര്യയുമായിട്ടൊരു പ്രണയബന്ധത്തിലായിരുന്നു. മോളെ, ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. ഈ ഒരു സിനിമയുടെ സമയത്താണ് എനിക്ക് ഇതിൻ്റെ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് തമിഴെടുക്കാൻ വേണ്ടി എനിക്ക് മദ്രാസിൽ പോകണം. ഞാൻ മദ്രാസിൽ പോയി. എന്നെ വെച്ച് അദ്ദേഹം അനൗൺസ് ചെയ്തു, ചൗധരി സാറ് തമിഴിൽ. പുരിയാതെ പുതിർന്നാണ് സിനിമയുടെ പേര്. എന്നെ വെച്ചാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത് ഇയക്കുണർ GS വിജയൻ എന്ന് അനൗൺസ് ചെയ്തത്. അനൗൺസ് ചെയ്തതിന് ശേഷം മലയാളത്തിലെ സ്ക്രിപ്റ്റ് തമിഴിലോട്ടും മാറ്റി ആ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഒരാളെ കൊണ്ടുവന്നു. അയാളാണ് ഇന്നത്തെ സുപ്രസിദ്ധ സംവിധായകൻ KS രവികുമാർ. അപ്പോൾ KS രവികുമാർ അതിനു മുമ്പ് വർക്ക് ചെയ്തത് വിക്രമൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. വിക്രമൻ എന്ന സംവിധായകനെ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ചൗധരി സാർ പറഞ്ഞു, പിന്നെ രവികുമാർ വരുവാങ്ക. ഇവർ രവികുമാർ അസോസിയേറ്റ് ഡയറക്ടർ, വിക്രമൻ. ഞാൻ തെരിയും സാറിന് വിക്രമൻ. ഇദ്ദേഹം മുഖാന്തരം തന്നെ എനിക്ക് വിക്രമനെയും പരിചയം, ചൗധരി സാർ മുഖാന്തരം. അങ്ങനെ ഇദ്ദേഹം വന്നു. അദ്ദേഹം അത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, എഴുതുന്നു അദ്ദേഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ സോങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാൻ വേണ്ടി SA രാജ്കുമാർ എന്ന് പറഞ്ഞൊരു സംഗീത സംവിധാനം അന്ന് വളരെ പോപ്പുലർ ആളായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയി, കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ചൗധരി സാറിനും കൂടെ പോയി സംസാരിച്ച് വന്നു. അത് കഴിഞ്ഞ് വാരി സാറിനെ കൊണ്ട് എഴുതിക്കായിരുന്നു ലിറിക്ക്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഈ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇതിലൊക്കെ വിട്ടുപോയതുകൊണ്ട്, കാരണം എനിക്ക് ഈ ഘോഷയാത്രയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഗുരുവായൂർ അവിടുന്ന് 1-2 കടന്ന് പൈസ വാങ്ങിച്ചു കൊടുത്തിരുന്നേ ഷൂട്ടിംഗ് സമയത്ത്. അവിടുന്ന് ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ കാശുണ്ടെന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ട് നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഇതുണ്ടാവില്ലേ നമുക്ക്. നമ്മളങ്ങനെ ആർക്കും കാശ് വാങ്ങിച്ച് പൈസ തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്ന് അതിൽ ചാടിച്ചു. അതായത് നമ്മുടെ കുറേ സിനിമ എടുത്തു അയാൾ, ഫിറോസ് എന്ന പേര്. ഫിറോസ് 5-6 സിനിമ എടുത്തിട്ടുണ്ട്. നമ്മളെ ആനന്ദ് ഏട്ടനോട് ചേർന്ന് സിനിമ എടുത്തിട്ടുള്ള. അവൻ വന്ന് കുറേ പൈസ മുടക്കി, എന്നിട്ടും ഇത് തീർന്നില്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ ആദ്യം ഒരു സിനിമ എടുക്കാൻ ഒരാൾ വരുമ്പോൾ നമ്മൾ ഒരാളുടെ ഫിനാൻസ് കൊണ്ട് മാത്രം സിനിമ എടുക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ലല്ലോ. ആ ഫിനാൻഷ്യൽ ടെൻഷൻ ഉള്ളപ്പോഴാണ് മറ്റേ പടത്തിൽ ആ സമയത്ത് എനിക്ക് ഈ 2-3 പ്രാവശ്യം പോയി എനിക്ക് സമയം കിട്ടില്ല. ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് പ്രവീൺ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ചൗധരി സാർ കൂടെ എപ്പോൾ വരും ഞാൻ വരാം സാർ, നാളേക്ക് വരാം. നാളെ അങ്ങനെ സാറിന് ദേഷ്യം വന്നു. അവസാനം സാറ് ദേഷ്യപ്പെട്ടിട്ടാണ് KS രവികുമാറിലേക്ക് എന്ന് പറഞ്ഞ് അന്തയാൾ ഇത് അവിടെ നിന്നൊരാൾ തന്നെ പറഞ്ഞു, അന്തയാൾ എത്ര വാട്ടി കൂപ്പിടണ വരല്ലേ, നീയാ ഡയറക്റ്റ് പണിപ്പാ. അതാണ് ആ പടത്തിൻ്റെ പോക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ ഒരു നിർഭാഗ്യങ്ങളുടെ തുടർച്ചയാണ് അല്ലേ. ആദ്യത്തെ പടം പോയി, പിന്നെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ചോദ്യം നിന്നുപോയി, പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള അവസരവും. പക്ഷേ അങ്ങനെയുള്ള ചെയ്തിരുന്നെങ്കിൽ തമിഴ് സിനിമയും ചെയ്യേണ്ടി വന്നതിൻ്റെ അല്ലേ, ആദ്യത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ്. നിങ്ങൾ പറയുന്ന ആ നിർഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ ഭാഗ്യമായി കാണുന്നത് എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ഫാമിലിയാണ്, എൻ്റെ ഒരു കുടുംബമാണ്. ഞാൻ ചിലപ്പോൾ അന്ന് പോയിരുന്നുവെങ്കിൽ
എനിക്ക് എൻ്റെ ഈ കുടുംബത്തിനെ കിട്ടില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് എൻ്റെ ഭാര്യയുമായിട്ടൊരു പ്രണയബന്ധത്തിലായിരുന്നു. പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്നറിയാം. അപ്പം ഞാൻ ഇവിടുന്ന് നേരെ ആ സമയത്ത് എല്ലാം പൊടിയും തട്ടി അങ്ങ് മദ്രാസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ റൂട്ട് മാറി പോകും. അപ്പം എനിക്കറിയാം, അതായത് എനിക്ക് ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്, എനിക്കുണ്ടാകുന്ന കുഞ്ഞ്, ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഇതിങ്ങനെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിക്കും എന്തോ അന്ധവിശ്വാസമാണ്. അങ്ങനെയല്ല. എങ്കിലും കറങ്ങിത്തിരിഞ്ഞ് അവിടെ വരണമെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. എല്ലാത്തിനും ഞാൻ ജീവിതത്തിൽ ഞാൻ ഇവിടുന്ന് കയറിയാൽ ആരെയൊക്കെ കാണണം, ആരെയൊക്കെ കണ്ടുമുട്ടണം, ആരെയൊക്കെ കണ്ട എന്ന് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാൻഡാണ്. ആനവാൽ മോതിരം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൊച്ചുമോനും കൂടെ, പ്രൊഡ്യൂസർ കൊച്ചുമോനും കൂടെ ചെന്നൈക്ക് കാറിൽ പോവുക. കൂടെ വേറെ ഒരാളുടെ ഉണ്ട്, ഒരു പ്രൊഡക്ഷൻ മാനേജറാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് കൊച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഒരു മറ്റേ ഏടെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് നമ്മുടെ കാഞ്ചീപുരം. അതെ, അമ്പലം. നമുക്ക് അവിടെ പോയി ഏടെടുത്താലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവാം എന്ന് പറഞ്ഞു. എനിക്ക് അത്രയേ ഉള്ളൂ. അത് പറയാൻ എനിക്ക് അവിടെ എന്താണ് എൻ്റെ ബാക്കി അല്ല, അവിടെ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ അവിടെ പോയി നമ്മുടെ തമ്പ് കൊടുത്ത് അവർ ഒരു ഓല എടുത്തുകൊണ്ട് വന്ന് വായിച്ചു. എൻ്റെ പേര് പറഞ്ഞു, അച്ഛൻ്റെ അമ്മേരെയും പേര് വേറെ, സഹോദരങ്ങളില്ല, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ വരുമ്പോഴത്തേക്കും അവർ വീണ്ടും പോകും, എടുത്തുകൊണ്ട് വരും. അങ്ങനെ കുറേ ഏടുകളെടുത്ത് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയാകും. മുമ്പ് എൻ്റെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സഹോദരങ്ങൾ, ഇതെല്ലാം കൃത്യം പറഞ്ഞു. ഞാൻ ചുമ്മാ ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേരെന്തായിരിക്കും എന്ന് ചോദിച്ചു. അവൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു, അവൻ നോക്കിയിട്ട് പറഞ്ഞു, അനു. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. ഞാൻ പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞ അനു എന്നല്ല, അണു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അനു മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യയുടെ പേര് അനു എന്നാണ്. അതിനുശേഷം സംഭവിച്ചതാണ് അതല്ലേ? അതിന് ശേഷമാണ് അനു എന്നാണ് എനിക്കറിയാം. അവിടെ പോയപ്പോൾ ആള് പറയുന്നത് അത് തന്നെയാണ്. അയാൾ എങ്ങനെ പറയാൻ പറ്റുന്നത്? ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ തന്നതാ. പക്ഷെ എങ്കിൽ പോലും ചിലതൊക്കെ പ്ലാൻഡ് ആണ്. ശരി, ഞാൻ അവിടെ പോയി ഇരുന്നെങ്കിൽ പോകാനല്ല, പക്ഷെ എൻ്റെ സ്ഥാനത്ത് അവിടെ വരേണ്ടത് രവികുമാറാണ്. പറഞ്ഞു മനസ്സിലായോ? KS രവികുമാർ സംവിധായകനുള്ള സ്ഥാനമാണത്. അത് വേറെ ഒന്നും ഒരാൾക്ക് കട്ട് ഷോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിക്കും എന്തായിരുന്നു അനുവായിട്ടുള്ള പ്രണയം? എങ്ങനെയായിരുന്നു? അത് വേണമെന്നില്ലേ? നല്ല രസമല്ലേ? അല്ല, എന്നാലും ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു. സിനിമയിലുള്ള കുട്ടിയായിരുന്നോ? ഇല്ല, സിനിമയിലൊന്നും എടുക്കുന്നു. പക്ഷെ സിനിമയുടെ ഏതോ ഒരു കണക്ഷൻ ഇല്ലേ ഇവിടെയൊക്കെ? ഒരു ബന്ധം ഇല്ല, ഒന്നുമില്ല. അങ്ങനല്ല, ആ കുട്ടിക്കല്ല, ഈ പ്രണയത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ സിനിമാക്കാരനാണ്. പക്ഷെ ഞാൻ സിനിമാ സംവിധായകനാണ്. ഞാൻ ഒരു കോമൺ ഫ്രണ്ട് പോകാതെ പരിചയപ്പെടുന്നു. തിരുവനന്തപുരത്തുള്ള കുട്ടിയാണ്. വേണ്ടതുള്ള കല്യാണം കഴിക്കുന്നു. എത്ര വർഷം പ്രണയിച്ചു? 5 വർഷം പ്രണയിച്ചു. ആരായിരുന്നു ആ പ്രണയത്തിനൊക്കെ സാക്ഷിയായിട്ട് കുറെ പേരുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല, സാക്ഷിയൊന്നും. എനിക്ക് ആ കഥ അറിയാൻ കേട്ടോ. ഞാൻ പിന്നെ സാക്ഷിയൊന്നുമില്ല. വീട്ടുകാർക്കൊരു എതിർപ്പുണ്ടായിരുന്നില്ലേ? സ്വാഭാവികം. പക്ഷെ ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ച് ഗംഭീര വിവാഹമായിരുന്നു. അതൊക്കെ ഉണ്ടാവും. ചേട്ടനെ ചോർത്തിയെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ കല്യാണം നടന്നില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു താലി കെട്ടി കൊണ്ടുവന്നത്, അല്ലാതെ വേറെ കല്യാണം. ഒരു രജിസ്റ്റർ മാരേജ്. അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു, താലി കെട്ടി. ആ അനുവാണ് എൻ്റെ ഭാര്യ. ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള അയാളുടെ ഏറ്റവും പ്രധാന അയാളൊരു കുടുംബ ജീവിതമാണ്. ആ കുടുംബത്തിൽ എത്ര സന്തോഷം അനുഭവിക്കുന്നു അതനുസരിച്ചായിരിക്കും അയാളെ മുന്നോട്ട്. ഞാനത് ആസ്വദിക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബജീവിതം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒരു മോനും, ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. ഒരു മോളും ഉണ്ടായിരുന്നു? ഇല്ല, ആദ്യം ഒരു മോളുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ അങ്ങനെ സംഭവിച്ചു പോലും. എന്ത് പറ്റിയതാ? അത് ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ്. സ്കൂട്ടറിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു ബസ് റോങ് സൈഡ് കൊണ്ടുവന്ന് കയറ്റിയതാണ്. നോക്കുന്ന എത്ര വയസ്സുണ്ടായിരുന്നു? 10 മാസം പ്രായം. 10 മാസം. ആദ്യത്തെ മോളായിരുന്നു. ഒരുപാട് വിധിച്ചിട്ടില്ല ഒന്നും. അതെ, വിധി എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ. പക്ഷെ എനിക്കൊരു മോനാണ്. ഞങ്ങൾക്കിപ്പോൾ 2ാമതൊരു മോനാണ്. അവൻ്റെ പേര് നിഖിൽ എന്നാണ്. അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവനോട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടെ എൻ്റെ MS എടുക്കാൻ പോയി. അവിടെ ചെന്ന് 2 വർഷം പഠിച്ചു. ഒരു 6 മാസം കഴിയുമ്പോൾ ജോലി കിട്ടി.
അങ്ങനെ അഡ്ലേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചേട്ടനും മറ്റേ യാത്ര ചെയ്യുമ്പോഴല്ലേ മോക്ക് അപകടം സംഭവിക്കുന്നത്? ഞങ്ങൾ രാത്രി ഞാനും വൈഫും മോളും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ബാക്കിൽ വന്ന് ഇടിക്കുകയായിരുന്നു. നേരാണ് കുറേ കാലം കുറച്ച് കോളറൊക്കെ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ. അല്ല, എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, വൈഫിനും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് 2-3 മാസം കഴിഞ്ഞാൽ ശരിയായി. അങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നുണ്ടാവും ദൈവം. അങ്ങനെയല്ല, പരീക്ഷണങ്ങൾ തന്നെ. പക്ഷേ എങ്കിലും എനിക്കതിനെ ഒന്നും പരീക്ഷണങ്ങളായിട്ടോ ഒന്നുമല്ല ഞാൻ കാണുന്നത്. എനിക്ക് അപ്പോൾ വേദനിക്കും, പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ അതിനൊക്കെ അങ്ങനെ ഇത് വിടും. ഇതാണ് എനിക്ക് എൻ്റെ വഴി, ഇതാണ് എൻ്റെ കസേര, ഇതാണ് എൻ്റെ ഭക്ഷണം, ഇതാണ്. അന്നൊന്നും ജീവിതത്തോട് ഒരു ഈ പറഞ്ഞ വിശ്വാസങ്ങളോടോ അല്ലെങ്കിൽ സിനിമയോടോ ഒക്കെ ഒരു വിരക്തി തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒരു കാലത്തും സിനിമയോട് വിരക്തി തോന്നിയിട്ടില്ല സുരേഷ്. അന്നും തോന്നിയില്ല. പോയതിന് മുമ്പും ഇല്ല, പോയതിന് ശേഷവും ഇല്ല, ഇപ്പോഴും ഇല്ല. വിരക്തി തോന്നിയേ പോയില്ല. അപ്പോൾ അത് കള്ളത്തരമായില്ല. നമ്മൾ വെറുതെ കാശിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുപാട് ആൾക്കാർ പിന്നെ കാശ് തരാതെ എത്രയോ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട് സിനിമയിൽ തന്നെ. പറ്റിക്കാന്ന് പറഞ്ഞാൽ അവർ തരാതെ പോകും, അത്രയേ ഉള്ളൂ. അതിനെ പറ്റിക്കാന്ന് പറയാൻ പറ്റും മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അതൊന്നും പരാതിപ്പെട്ടില്ല ചേട്ടൻ? അങ്ങനെ ഒന്നും പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ അന്നൊക്കെ ആരോടെ പരാതിപ്പെടുന്നത്? അന്നൊരു സംവിധാനങ്ങളില്ലല്ലോ അത്തരം. രാത്രി 2 രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് സെൻസർ സ്ക്രിപ്റ്റ് എഴുതി, ഇന്നത്തെ പോലെ DTP ഒന്നുമല്ല, കൈകൊണ്ട് എഴുതി. അതും 3 കോപ്പി വേണം അതിന്. അപ്പോൾ 2 കാർബൺ പേപ്പർ വയ്ക്കണം. അപ്പോൾ എന്തുമാത്രം അമർത്തി എഴുതാമെന്ന് ആലോചിക്കുക. എഴുതി 3-ൻ്റെ അന്ന് രാവിലെ സെൻസറിന് സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് റെഡിയായി നിൽക്കുക. അവർ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും സിനിമയുടെ കൊണ്ടു കൊടുക്കുന്നു. വാങ്ങിച്ചു, പ്രൊഡ്യൂസറെടുത്ത് കൊടുത്തു. അപ്പോൾ പൈസ അത് കിട്ടിയില്ല. അപ്പം ഞാൻ ഈ കാശിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പുള്ളി അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ആ നിർമ്മാതാവാണ്. ഞാൻ പറഞ്ഞു, സാർ പൈസ കിട്ടിയില്ല, പൈസ തന്നില്ല എന്ന് പറഞ്ഞു. അന്നങ്ങനെ ചോദിക്കാനുള്ള ഇതുള്ളൂ നോക്കും. അപ്പോൾ പുള്ളി പെട്ടെന്ന് പോക്കറ്റ് നോക്കിയിട്ട് ഒരു 100 രൂപ എടുത്ത് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാർ 100 രൂപ എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇനിയും പടം എടുക്കടോ. പിന്നെ അവർ സിനിമ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ സിനിമ എടുത്തിട്ടില്ല. എന്തായാലും ഞാൻ ആ പേര് ചോദിച്ചാൽ ചേട്ടൻ പറയില്ല. എന്തിന് പേര് ചോദിക്കും? ചേട്ടൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഇപ്പോഴും ഓർത്ത് ചിരിക്കുന്ന, ഇപ്പോഴും കണ്ടാൽ ഒരു 16 വയസ്സ് തോന്നിക്കുന്ന ഒരു ചിത്രം ആനവാൽ മോതിരമാണ്. ഇന്നും ആളുകളുടെ, അങ്ങനെ ഞാൻ പറഞ്ഞ ആർത്തിലല്ല, അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ്. മറ്റേത് കുറച്ച് ഗൗരവമുള്ള സബ്ജക്റ്റുകളാണ് എല്ലാം. ചരിത്രമായാലും ഘോഷയാത്രയായാലും ഒക്കെ തന്നെ അങ്ങനെയുള്ള സിനിമകളായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ലൈറ്റനാണ്. അതിനകത്തും സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പർ സൈഡിൽ ശ്രീനിവാസനാണ്. ആനവാൽ മോതിരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പിറവിയെക്കുറിച്ച് അറിയാൻ കൊള്ളാറുണ്ട്. ഘോഷയാത്രയുടെ കാര്യം അങ്ങനെ പോയി, തമിഴ് സിനിമയുടെ കാര്യം ഇങ്ങനെ പോയി, ചോദ്യം അങ്ങനെ എന്നിട്ട് ആ ചോദ്യം അതിന് മുമ്പേ പോയി. അങ്ങനെ ഞാനിങ്ങനെ പ്രവീൺ ഹോട്ടലിലിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഫോൺ വരുന്നു എനിക്ക്. അന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന സമയത്താണ്. റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നത് എനിക്ക് കേൾക്കാം. അപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞ പയ്യൻ എന്ന് പറഞ്ഞു, ചേട്ടാ ഫോണെന്ന് പറഞ്ഞു. ഞാൻ ആരാന്ന് ചോദിച്ചു. ദാമോദരൻ മാഷാണെന്ന് പറഞ്ഞു. ദാമോദരൻ മാഷ് എന്നെ നമ്പർ എടുത്ത് വിളിക്കേണ്ട കാര്യം എന്താ ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ, മാഷ് നമസ്കാരം എന്ന് പറഞ്ഞു. കുട്ടി നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു, സിനിമ ചെയ്യാം മാഷ്. ഞാൻ നിങ്ങളുടെ പേര് സെഞ്ചുറി കൊച്ചുമോനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് താല്പര്യമില്ല. മാഷ് പറയുന്ന കാര്യം തുറന്ന് പറയുന്ന അതെ. ഞാൻ പറഞ്ഞത്, അതെന്തോ മാഷ്, നിങ്ങളുടെ പടമൊക്കെ റിലീസാതെ നിൽക്കുകയാണ്, നിങ്ങളൊരു അള്ളക്കിയാണെന്നാണ് അയാളുടെ ഭാഷ. അയാളെ ഞാൻ പുലപ്പിന് ചീത്ത പറഞ്ഞു. അങ്ങനെ ആരെക്കുറിച്ചും പറയാൻ പാടില്ല. ആ പടം റിലീസാകാത്തത് അയാളുടെ കുറ്റം കൊണ്ടാണോ? ആ പ്രൊഡ്യൂസറായി കാശില്ലായിരുന്നു, അതിന് ഇയാളെന്ത് വിളിച്ചു? നിങ്ങളങ്ങനെ ആരെയും പറയരുത് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ് ആനവാൽ മോതിരത്തിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതെ. അല്ല, അന്ന് വലിയ ആളുകൾക്ക് എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ദാമോദരൻ മാഷ്. അദ്ദേഹം അറിഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ. അല്ല, എനിക്ക് ദാമോദരൻ മാഷ് അരുൺ സാറിൻ്റെ കൂടെ ഉള്ളപ്പോൾ ദാമോദരൻ മാഷ് ഒരു എപ്പോഴും ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ വരുമ്പോഴേ എനിക്ക് നല്ല ബന്ധമാണ്. മാഷുമാർ നല്ല സൗഹൃദം ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു.
അങ്ങനെ മാഷ് എന്നോടുള്ളത് കൊണ്ട് തോന്നി അങ്ങനെ വിളിച്ച് അപ്പോൾ അല്ല അദ്ദേഹം അതുവരെ എഴുതിയ ഒരു ഒരു ജോണറല്ല ആ സിനിമ, അല്ല. കുറച്ചുകൂടെ ഹ്യൂമർ ആയിട്ടുള്ള അല്ലേ. ശ്രീനിവാസനൊക്കെ രസകരമായിട്ട് വന്നൊരു സിനിമയാണ്. അതെന്താണ് അദ്ദേഹം അങ്ങനെ ഒരു ഇതെടുക്കാൻ ഒരു താല്പര്യം എടുക്കാൻ കാരണമായിട്ട് വന്നു വല്ലതും അത് പറഞ്ഞില്ല? എൻ്റെ അറിവ് അത് ആ ഒരു വിഷയം ഒരു ഇംഗ്ലീഷ് സിനിമയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതെ. അന്ന് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഈയിടയ്ക്ക് തന്നെ ഞാൻ കണ്ടു ആനവാൽമോചനത്തിൻ്റെ ഒരു സീൻ കിട്ടുന്നു, അതിൻ്റെ ഇംഗ്ലീഷ് പടം കിട്ടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അതങ്ങനെ സെഞ്ചുറി കൊച്ചുമോൻ്റെ വൈഫ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാമെന്ന് പറഞ്ഞ ഒരു സിനിമയാണെന്നാണ് അന്ന് എൻ്റെ ഓർമ്മ. അതാണ് അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. അത് മാഷ് അത് വാങ്ങിച്ച് കണ്ടിട്ട് മാഷ് അതിനെ തിരക്കഥയാക്കി അതെ അതെ. ശ്രീനിവാസനെ വെച്ചെടുക്കാമെന്ന് മാഷക്ക് തോന്നി. അതിനുശേഷമാണ് മാഷ് എൻ്റെ ഡയറക്ടർ എന്നതായി എന്നെ വിളിക്കുന്നു. വിളിച്ച് അത് ബാക്കി എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കുറേ ട്രിവാൻഡ്രത്ത് വന്നിരുന്ന് ആണ് ചെയ്തു. എഴുതിയത്. സുരേഷ് ഗോപി ഇരുന്ന എങ്ങനെയാണ് എൻട്രി? ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിംഗ്. ആ. ആ സമയത്ത് സുരേഷ് ഗോപി അവസാന നിമിഷമാണ് വന്നത്. അതുപോലെ അതിൽ സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അത് നമ്മുടെ സുകുമാരി ചേച്ചിയുടെ മകൻ്റെ ഭാര്യയുടെ കസിനോ മറ്റോ ആണ് അതിൽ അഭിനയിച്ച ശ്രുതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടി. അവർ തെലുങ്കിലൊക്കെ കുറേ അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഗന്ധർവൻ സിനിമ എടുക്കാൻ വേണ്ടി ബാലേട്ടൻ മെയിൻ വേഷം അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ അവിചാരിതമായിട്ട് കണ്ട് ഞാൻ ചോദിച്ചു, ബാലേട്ടാ ഫോട്ടോ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള ഫോട്ടോ ഉണ്ടോ തരുമോ എന്ന് തരുമോ, പടത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ കുറേ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഈ കുട്ടി കൊള്ളാം, ഇത് ഇന്നാരാണ് ഇവിടെ തെലുങ്കിൽ ഒരു ഇത് അഭിനയിച്ചു 10-200 ദിവസം ഓടിയതാണെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഫോട്ടോ വന്നു. അപ്പോൾ 5-6 ഫോട്ടോ തന്നെയെന്ന് അത് നമ്മളെല്ലാവരും കൂടെ കണ്ടിട്ട് അത് സെലക്ട് ചെയ്തതാണ്. പക്ഷേ അതൊരു ആ സെലക്ഷൻ വളരെ മോശമായി പോയെന്ന് അന്നും ഇന്നും വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആക്ച്വലി ആ വേഷം ചെയ്യേണ്ടത് പാർവതിയാണ്. പാർവതിയുടെ തിരുമല വീട്ടിൽ ഞാൻ പോയി സംസാരിച്ചു. ഞാൻ പോകുമ്പോൾ അവരുടെ അമ്മ അവിടെ ഇല്ലായിരുന്നു, അവരുണ്ടായിരുന്നു. സംസാരിച്ചു. എൻ്റെ കൂടെ ശ്രീകുട്ടൻ സംവിധായകൻ കൂടെ വന്നു. അപ്പോൾ ഈ ശ്രീകുട്ടനും എനിക്കും പാർവതിയൊക്കെ ഞങ്ങൾ ഈ അരസാനോട് പാർട്ടിനോട് നല്ല സൗഹൃദമാണ്. അപ്പോൾ ആ സൗഹൃദത്തിന് വേണ്ടി ശ്രീകുട്ടൻ ഞാനും എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടൻ വന്ന് അവിടെ സംസാരിച്ച്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പിന്നെ നോക്കട്ടെ, അമ്മ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ശ്രീകുട്ടൻ വായിന്നൊരു വാക്ക് വിടുന്നു. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. ഇവിടെ പറഞ്ഞു, ഷൂട്ടി പടമൊന്നുമില്ലല്ലേ, ഈച്ചടിച്ചിരിക്കായിരിക്കുമല്ലേ എന്ന് ശ്രീകുട്ടൻ ചോദിച്ചു. ആ സമയത്ത് അത് അവർക്ക് ഹർട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഹർട്ടാവേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വഴിപ്പോൾ അടിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ അമ്മ ഇവിടെ പോയിട്ട് വന്നു, അമ്മയോട് സംസാരിച്ചു, പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തത്വത്തിൽ അംഗീകരിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രൊഡ്യൂസറോടും മാഷോടൊക്കെ പറഞ്ഞു, ആ കുട്ടി റെഡിയാണ്, പോയി സംസാരിച്ചു, നമുക്ക് നാളെ കഥയൊന്ന് പറയാം. ശരി. രാത്രി തന്നെ അത് കഴിഞ്ഞ് പാർവതി രാത്രി വിളിച്ചു പറഞ്ഞു, അതേ വഴക്കാളി, എന്നെ വഴക്കാളി എന്ന് വിളിക്കുക, വഴക്കാളി ഞാൻ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഓ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയില്ല, കാര്യവാരികളല്ലേ, എന്ത് അങ്ങനെ ഇതുവാ, എനിക്കിത് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല കേട്ടോ, നമുക്ക് ഭയങ്കര ചതിയായി പോയി കേട്ടോ. അത് നിങ്ങൾ ചെയ്യാൻ വൈകിട്ട് പറഞ്ഞതല്ലേ, പിന്നെ നീ ഇപ്പോൾ ഇങ്ങനെ പറയണേ, അത് വേണ്ട, നമുക്ക് വേറെ പടം ചെയ്യും, ഇപ്പോൾ വേണ്ട കേട്ടോ. പാർവതി വിട്ട് പറഞ്ഞത്. ഇതിന് വഴക്കാളി എന്നുള്ള പേര് എങ്ങനെ വന്നു? അത് അവർ ഞാനും കൂടി അമൃതങ്ങമേലെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ വഴക്കിടും. അത് വഴക്കിടുകയെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴക്ക്. അതുകൊണ്ട് അവരെന്നെ അങ്ങനെ ഒരു പേരിൽ വിളിച്ചു, അത്രയേ ഉള്ളൂ. ഓമന പേര്. അവരങ്ങനെ ഒരു പേര് വേറെ ആരും അങ്ങനെ വിളിച്ചു കണ്ടില്ല, അതുകൊണ്ടാണ് അവരെന്നെ അങ്ങനെ വിളിക്കണേ. കളിയുന്നു. അങ്ങനെയാണ് ഈ ശ്രീകുട്ടനെയും കൂടെ കൊണ്ടുപോയി സംഭവിച്ചൊരു ദുരന്തമാണ്. പാർവതി ആയിരുന്നു വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അന്ന് 50 ദിവസം ഓടിയ പടമാണത്. അതായത് എനിക്ക് ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ചെന്നൈക്ക് പോകുമ്പോൾ കൊച്ചുമോൻ അവിടെ പോയി ഏടെടുക്കാമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആദ്യമേ പുള്ളി പറഞ്ഞതാണ്, ഇയാൾ അല്ലൊക്കെയാണ്, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി
എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി അതുവഴി കൊണ്ടുപോയതറിയില്ലല്ലോ. എന്തായാലും എനിക്ക് പോയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു അനുഭവം നല്ലതാണ്. അതെ അതെ അതെ. പിന്നെ ഞാൻ പോയിട്ടില്ല എങ്കിലും അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ആനവാൽ മോതിരം. അങ്ങനെയാണ് ആനവാൽ മോതിരം അല്ലേ, സംഭവം. ഏറ്റവും നല്ലൊരു ആദ്യത്തെ നായകൻ മമ്മൂട്ടി, രണ്ടാമത്തെ നായകൻ മോഹൻലാൽ, മൂന്നാമത്തെ സിനിമ അല്ലെങ്കിൽ നാലാം സിനിമയിൽ സുരേഷ് ഗോപി, അല്ലേ? സൂപ്പർ താരങ്ങളാണ്. ശ്രീനിവാസൻ ഉണ്ടല്ലോ, ശ്രീനിവാസൻ ശ്രീനിവാസനും സൂപ്പർ സൂപ്പർ താരം. താരം. അതെ അതെ. എനിക്ക് തോന്നുന്നു തങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപി വെച്ചിട്ടാണ്. ആനവാൽ മോതിരം, സാഫല്യം, കവർ സ്റ്റോറി. അപ്പോൾ എന്താണ് ഈ അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദം? ആദ്യം ഉടക്കിയാണ് പിരിഞ്ഞത് ആ ഫസ്റ്റ് ഷോട്ടിൽ. അല്ല, അതിന് മുമ്പ് സൗഹൃദം ഉണ്ടല്ലോ. ആ സൗഹൃദമുണ്ട്. എന്തെന്നറിയാം, നമുക്ക് പിന്നെ സുരേഷ് ഗോപിയുടെ കൂടെ നമുക്ക് നമ്മളെ അവിടെ തന്നെ താമസിക്കുന്ന ആളെ എത്രയോ പ്രാവശ്യം നമ്മൾ കാണുന്നു, വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് സൗഹൃദമുണ്ട്, ഒരുപാട് നമ്മളോട് ഭയങ്കര ഒരു അഫെക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വഴക്കുണ്ടാക്കും, പിണങ്ങി പോവും, തിരിച്ചു വരും, ഇതൊക്കെ ചെയ്യും. അത് അങ്ങനെ നമുക്ക് പിന്നെ അന്നും ഇന്നും അദ്ദേഹം ഒരു വലിയൊരു സൂപ്പർ താരമാണെന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അങ്ങനെ ആ രീതിയിലല്ല അദ്ദേഹം നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും പെരുമാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ടായ ബന്ധം. അതെ അതെ. ഒരുപാട് സ്നേഹം, കരുതൽ. തീർച്ചയായിട്ടും കരുതൽ. അതെ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ പോലും ഒരു മെസ്സേജ് അയച്ചാൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മൾ മറുപടി തരും എന്നുള്ളത് അത് അന്നും ഇന്നും ചെയ്യുന്ന ഒരാളാണ്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. അപ്പോൾ അത് ഇതെന്ന് ഒരു വലിയൊരു പൊസിഷൻ ഇരിക്കുന്ന ഒരാളല്ലേ. ഇപ്പോൾ ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കണമെന്നില്ല, അദ്ദേഹത്തിന് വേറെ ഔദ്യോഗികമായ ഒരുപാട് തിരക്കുണ്ടാവും. അഥവാ എടുത്തില്ലെങ്കിൽ പോലും തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിച്ച് എന്താ വിളിച്ചെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഒരാൾ വിളിക്കുന്ന പറഞ്ഞാൽ അത് വിളിക്കേണ്ട കാര്യമുണ്ടോ? അതെ അതെ. അതാണ് ബന്ധം എന്ന് പറയുന്നത്. സാഫല്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അടിപറ്റിയെന്ന് തോന്നിയ സിനിമയാണോ? ഒരിക്കലും അല്ല. സാഫല്യം നല്ല സിനിമയാണ്. ആ അതെ. സിനിമ ഓടിയല്ലോ. കാരണം കിരീട ഉണ്ണി എന്ന് പറഞ്ഞ നിർമ്മാതാവിന് അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത സിനിമയിൽ അതിഭയങ്കരമായ സാമ്പത്തിക അതെ, അതെ. ബാധ്യത വന്നു. മിലനിയം ആണെന്ന് തോന്നുന്നു, അല്ലേ? മിലനിയം. അല്ലേ? ആ സിനിമയിൽ കാരണം വന്നും സാമ്പത്തിക ബാധ്യത വന്ന അയാൾക്ക് പിന്നെ ഒന്നും ഇങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റാത്ത മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നല്ലോ. അങ്ങനെ ഈ സിനിമ എടുത്തു. ഈ സിനിമ നന്നായി ഓടി. ഇപ്പോഴും ഉണ്ണിയോട് ചോദിച്ചാൽ പറയുമല്ലോ, കാരണം എനിക്ക് എന്നെ പിടിച്ചു നിർത്തിയത് ആ സിനിമയെന്ന് പറയുമല്ലോ. ആ സിനിമ കണക്ട് ചെയ്ത സിനിമയാണ്. ആനവാൽ മോതിരം കണക്ട് ചെയ്തതാണ്. അലവലൊന്ന് സൂപ്പർ ഹിറ്റായിട്ട് വന്ന ഒരു പടങ്ങളാണത്. സാഫല്യം കളക്ട് ചെയ്ത സിനിമയല്ലേ. അതുപോലെ ചെപ്പടി വിദ്യ കളക്ട് ചെയ്ത സിനിമയല്ലേ. അതെ. ചെപ്പടി വിദ്യ നമ്മൾ സംസാരിക്കുമ്പോൾ ചെപ്പടി വിദ്യയിലെ ഒരു വിയോഗമാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. ചെപ്പടി വിദ്യ അതിനകത്ത് മോനിഷ എന്ന് പറയുന്ന തുല്യമായൊരു കലാകാരി അവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം പാക്ക് ചെയ്തിട്ട് പോകുന്ന വഴിക്കാണ്. ഷൂട്ടിംഗ് പാക്ക് ചെയ്തില്ല. ഷൂട്ടിംഗ് പാക്ക് ചെയ്തില്ല. ആ സിനിമ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീവിദ്യ ചേച്ചി ഈ നമുക്ക് തന്ന ഡേറ്റിനിടയ്ക്ക് ഒരു ആഴ്ച ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം ആ സമയത്ത് ചേച്ചി മമ്മൂക്കയുടെ കൂടെ ഒരു അമ്മയായിട്ടൊരു വേഷം ഒരു തെലുങ്ക് പടത്തിൽ ചെയ്യുന്നുണ്ട്. അത് കൂലി എന്നോ മറ്റോ ആണ് സിനിമയുടെ പേരെന്നാണ് എൻ്റെ ഇപ്പോഴുള്ള ഒരു ഓർമ്മ. അപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ വേറെ വർക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ ചേച്ചി അങ്ങ് ഹൈദരാബാദിന് പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ പിന്നെ മോനിഷയ്ക്ക് വർക്ക് ചേച്ചിയുടെ കൂടെയാണ്, കോമ്പിനേഷനാണ്. അവരൊരു വീട്ടിലുള്ള ഇതായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പ് വന്നപ്പോൾ മോനിഷയ്ക്ക് ചേച്ചിക്ക് ഇവിടെ ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞു. കാരണം അന്ന് ആ ഉണ്ണിയേട്ടൻ എന്തോ സുഖമല്ലായിരിക്കുക മോനിഷയുടെ അച്ഛൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് ഇല്ല. അതെ. ബാംഗ്ലൂരിന്. അതെ അതെ. എറണാകുളത്ത് നിന്നേ ഉള്ളൂ. അങ്ങനെ അവർ രാത്രി 2 മണിക്കോ 3 മണിക്കോടെ അവിടെ നിന്ന് കാറിൽ നമ്മളെ ആർദ്ര ഫിലിംസ് ബേബിക്കുട്ടിയുടെ കാറിൽ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ തന്നെ, രാത്രി അവിടുന്ന് വരുന്ന സമയത്താണ് ചേർത്തല വെച്ച് ആക്സിഡൻ്റ് ആകുന്നത്. നമ്മൾ എന്നത്തെ പോലെയും ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി രാവിലെ വേറെ വർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിഷയുടെ അല്ലാത്ത വർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോകാൻ റെഡിയായിട്ട് ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗിരീഷ് ചോദിക്കാൻ വിളിക്കുന്നത്, ഞാനൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻ്റ് എന്നേ കേട്ടുള്ളൂ. പിന്നെയാണ് ഇത്തിരി സീരിയസ് ആണെന്ന് അറിയുന്നത്. തകർന്നു പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതുവരെ നമ്മളെ കൂടെ വന്ന ഒരു കൊച്ചു പെൺകുട്ടി, ചിരിച്ച് കളിച്ചു നിന്ന ഒരു പെണ്ണ്
പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരിതുണ്ടേ, അതൊരു വലിയൊരു ഷോക്കായിരുന്നു. ഷോക്കായിരുന്നു അല്ലേ? ഒരു ചിത്രശലഭത്തെ പോലെ ഒന്നിങ്ങനെ അയ്യോ എന്താ ഈ പറയണേ. ഇപ്പോൾ എപ്പോഴും ഓടകളാന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന കൊച്ചല്ലേ. നമ്മളൊരു അനവധി ഈ പറഞ്ഞ പോലെ നക്ഷത്രങ്ങൾ പോലെ കാണുകയില്ല. അതെ, അതെ, അതെ. പിന്നെ സൗഹൃദമുണ്ട്. ആ വീട്ടുകാരുമായിട്ട് ചേച്ചിയാണ്ടൊക്കെ ഞാൻ ആ ചേച്ചിയായിട്ട് ബന്ധമുണ്ട്. ഞാൻ അവിടെ പോകാറുണ്ട്. ഞങ്ങളവിടെ ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. ഇന്നും നടക്കുന്ന ഓർമ്മയാണ്. ഇപ്പോഴും ഓർക്കുമ്പോൾ നടക്കുന്നില്ല. ഇപ്പോഴും അങ്ങനെ ഭയങ്കര ഒരു നഷ്ടം എന്ന് തോന്നുന്നുണ്ട്. അത് ഒരു നഷ്ടമായി പോയി. ഞാനൊരു കലാകാരിയായിരുന്നു. ഒരു നഷ്ടം, അതൊരു പാടില്ലായിരുന്നു അത് എന്നും തോന്നുന്നു. പിന്നെ എങ്ങനെയാണ് മനുഷ്യയില്ലാത്ത ഇത് ഭാഷ? മനുഷ്യരില്ലാത്ത അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന 1-2 സീനുകൾ മാറ്റി എസെൻഷ്യലായ സീനുകൾ ഒരു ഗ്രൂപ്പിനെ വെച്ച് 1-2 സജഷൻ ഷോട്ടൊക്കെ എടുത്ത് മാനേജ് ചെയ്തു. അതാണ് അതിൻ്റെ പറ്റിയൊരു മിസ്റ്റേക്ക്. പക്ഷെ അത് തിരിച്ചറിയാതെ പോയവരും ഉണ്ട്, തിരിച്ചറിഞ്ഞവരും ഉണ്ട്. സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാതെ എന്നൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം അവിടെ നമ്മളിപ്പം ഒരു കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ, വേറെ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. അവിടെ നമുക്കിപ്പം നാളെ ഈ കുട്ടി ഇല്ലാതാകുമെന്നോ അതുകൊണ്ട് കുറച്ച് ക്ലോസപ്പ് എടുത്തിട്ടോ തോന്നുമല്ലോ. അങ്ങനെ ഉള്ള സ്ഥലത്തായിരുന്നു, ക്രൂഷ്യലായിട്ടുള്ളൊരു ഏരിയയിലായിരുന്നു. ആ വ്യൂഹമാണ് ഇപ്പോഴും ഉള്ളത്, വലിയ മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന അല്ലേ വ്യൂഹങ്ങളിൽ. അതൊരു നമുക്കൊരു നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഡിസംബർ 6-ാം തീയതി ഓർക്കുന്ന ഒരു സംഭവമല്ലേ അത്. നമ്മളെ കൂടെ നിന്ന് തലേദിവസം വരെ ഒന്ന് വർത്തമാനം പറഞ്ഞ് നിന്നൊരു കൊച്ചല്ലേ. പിറ്റേ ദിവസം പോകുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. പിന്നെ ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ചേച്ചിക്കാണെങ്കിൽ യാതൊരു ബോധവുമില്ല. ചേച്ചി ബോധമില്ല. അവിടെ ചേർത്തല ഇതിൽ ഞാനും മോഹൻ ചേട്ടൻ, VIP മോഹൻകുമാർ, ഞങ്ങൾ അവിടെ നിന്ന് വന്നു. ഗോപാലകൃഷ്ണൻ, നമ്മളെ വെള്ളിനക്ഷത്ര ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ അവിടെ നിന്ന് കാറില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ പിന്നെ ആംബുലൻസ് ഇവിടെ എറണാകുളത്ത് നിന്ന് ആംബുലൻസിലാണ് പോകുന്നത്. ഓരോ സ്ഥലത്തിറങ്ങി ഐസും ഒക്കെ മാറ്റി. ഭീകരമായിരുന്നു.